ഹലോ കൂട്ടുകാരെ, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും കണക്ക് ചോദിക്കുന്നൊരു ദിവസം വരും. ഇന്ന് ഒരമ്മ പറഞ്ഞത് എന്നെ വളരെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. അമ്മയ്ക്ക് 2 മരുമക്കളാണുള്ളത്. അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, കാലത്തൊന്നും കഴിച്ചില്ലേന്ന് ചോദിച്ചു. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് കാലത്ത് ഒരു ഭക്ഷണം തരില്ല. ഉച്ചയ്ക്ക് മാത്രമേ ഭക്ഷണം തരുള്ളൂ. വൈകുന്നേരം ആൺമക്കൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ചായയും കഴിക്കാൻ എന്തെങ്കിലും കിട്ടും. ഞാൻ ചോദിച്ചു, കാരണം എന്താണെന്ന് ചോദിച്ചു. അടുത്ത വഴിക്ക് പറയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയും. എന്നെ പിടിച്ചു കൊണ്ടുപോകണ്ടേ അവർക്ക്, ഇല്ലെങ്കിൽ ഞാൻ വീണ് പോയാലോ, അതുകൊണ്ട് എനിക്ക് തരാത്തതാണ്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം നമ്മളൊക്കെ ഇതേ പ്രായത്തിലേക്ക് വരണവരല്ലേ. അവിടം വരെ ഇരിക്കുമെന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. വിശന്നിട്ടാണ് അവർ ഒരു ഗ്ലാസ് കാപ്പി തരുമോ എന്ന് എന്നോട് ചോദിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. ഇന്ന് പഴുത്ത പ്ലാവിനെ കാണുമ്പോഴേ നമുക്കിപ്പോൾ പച്ചപ്പിൻ്റെ നല്ലൊരു മാധുര്യമുള്ള സമയമാണ്. ചെറുപ്പക്കാരാണ് അല്ലേ. അപ്പോൾ ഓടാനും ചാടാനും തുള്ളാനൊക്കെ തോന്നുന്നൊരു സമയമാണ്. പക്ഷേ ഈ സമയമൊക്കെ അങ്ങ് കടന്നു പോകും. നമ്മളും ദൈവം നനച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ തന്നെ വരും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇതിൻ്റെ അപ്പുറത്തേക്കേ കാണിക്കത്തുള്ളൂ. ആയതിനാൽ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് നോവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ വയസ്സായവരെ, വൃദ്ധരായവരെ നിങ്ങൾ കുറച്ച് കരുണയോടുകൂടി, അവർ ഒരു 70 വയസ്സ് അല്ലെങ്കിൽ ഒരു 75 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ ചെറിയ കുട്ടികളുടെ പോലെ തന്നെയാണ് സ്വഭാവം. അവരുടെ മനസ്സൊക്കെ മരവിച്ച് തുടങ്ങിയ മനസ്സാണ്. അവർ കുറേയൊക്കെ ഓർമ്മയില്ലാതെയാവും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ചില സമയത്ത് വളരെ ഓർമ്മയോടുകൂടി ചെയ്യും. അപ്പോൾ അതിനാൽ നമ്മളും ആ സ്റ്റേജിലേക്ക് തന്നെ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, ദേഷ്യം വരും, ഒക്കെ ശരിയാണ്. പക്ഷേ വയറ് വിശന്ന് പൊരിയുന്ന സമയത്ത് അവർ വിളിക്കുന്ന വിളി അത് നമ്മുടെ ശാപമായിട്ട് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാനായിട്ടും ശ്രമിക്കുക. താങ്ക് യു.